പക്ഷെ രാത്രിയൊക്കെ ഇങ്ങനെ മറ്റേ വിളക്കൊക്കെ കത്തിച്ച് പോകുമ്പോ ഇല്ലേ ഭയങ്കര സങ്കടം. പണിക്ക് പോവാൻ നോക്കി വിതേർന്ന് മടി പിടിച്ചിട്ട് മഴക്കാലം വന്നു പിന്നെ ലോകം. ഞങ്ങൾ ഐസ് ഇതുപോലെ ബക്കറ്റിൽ ആദ്യം ചെമ്മീൻ കഴുകിയതിന് ശേഷം കൊടുക്കാൻ തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കും. നല്ല മഴ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയുള്ള ഒരു പണിക്ക് പോക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും സന്ധ്യാച്ച് പൊൽനാച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളിപ്പോൾ സന്ധ്യാച്ചാണ്. അതുകൊണ്ട് ഇത് അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചേക്കണ സമയമാണ്. ആ സമയത്താണ് വരട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തോ വണ്ടീൻ്റെ ഇടയിൽ നോക്കുന്നുണ്ട്, എന്തോ പണിയാണോ വരുന്നതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ പണി അവിടെ ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് കൊണ്ടുവന്ന് അവിടെ വണ്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും വേണ്ടില്ല. മഴക്കോട്ടൊക്കെ തെറുത്ത് നോക്കുമ്പോഴും മുഖത്തൊരു തെളിച്ചമില്ലായ്മ ഉണ്ട് കേട്ടോ. എന്തായാലും മഴക്കാലത്ത് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അതെന്താണെന്ന് പുള്ളി തന്നെ പറയൂട്ടാ. കടന്നുറങ്ങാലോ. അതന്നെ കടന്നുറങ്ങാനില്ല. കറക്റ്റ് മഴ എപ്പോ നമ്മൾ പെടും. കാരണം ഇറക്കും ഏറ്റവും തട്ടുമ്പോ എന്തായാലും മഴ ഉണ്ടാവും ഏത് മഴക്കാലത്ത്. അപ്പൊ ഈ ഇറക്കത്തിനാകുമ്പോ വില കിട്ടും. അപ്പൊ എപ്പം മഴയായാലും വെയിലായാലും നമുക്ക് എന്തായാലും പണി തന്നെയല്ലേ. ടോർച്ച് വെച്ചിട്ട് പണിക്ക് പോവാൻ നോക്കി വിതേർന്ന് മടി പിടിച്ചിട്ട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകം മടി. മഴയത്ത് പണിക്ക് പോകാൻ വേണ്ടി മടി. ആ അതന്നെ. സ്കൂൾ തുറക്കുമ്പോ ഉള്ള മടി പോലെ പറഞ്ഞ പോലെ ആരാ കണ്ടുപിടിച്ചേന്ന്. വലകെട്ടാൻ പോക്ക് ഭയങ്കര മടിയുള്ള പരിപാടിയാന്നാ പറയുന്നത്. മടി മഴ തുടങ്ങിയിട്ട് പിന്നെ മടിയാണ് കേട്ടാ. കാരണം ഒന്നാമത്തെ മഴക്കാലത്ത് എല്ലാവർക്കും പോച്ചോടി കിടക്കാനുള്ള ഇഷ്ടം. ഇവർക്ക് എന്തായാലും കിടക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പണിക്ക് പോകാൻ ഇറങ്ങിയേട്ടാ. അപ്പം എൻ്റെ മോനിത് ഒരു പനിക്കോളൊക്കെ കാണുന്നുണ്ട്. നന്ദുമോനെ മുടി മുറിച്ചിട്ടാണോ പനി വരാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല. അയ്യോ ക്ഷീണം. നന്ദുട്ടിന് എന്തോരാൾക്കാരെ പറഞ്ഞ നല്ലോണം നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദര കുട്ടപ്പനായിരുന്നു. സുന്ദര കുട്ടപ്പ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ പെണ്ണുങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തേക്കുള്ള സാധനങ്ങളൊക്കെ ആക്കി വെക്കുക. അതാണ് നമ്മളെ ജോലി കേട്ടോ. കാരണം വലയെടുത്ത് വരുമ്പോഴേക്കും നമ്മളെ പരിപാടി കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഭക്ഷണമൊക്കെ ആക്കി എല്ലാം വെച്ച് റെഡിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഇതാ കുറച്ച് ചെമ്മീനും 1-2 കൂന്തലൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചൻ്റെത്. അപ്പോൾ അത് ഞാൻ നന്നാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചെറിയൊരു കുറ്റിയടി ഉണ്ടായിരുന്നു, നമ്മളെ ഏട്ടൻ്റെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്ക് ഇന്ന് പ്രതീക്ഷിക്കാണ്ട് അവിടെയായിരുന്നു. അതുകൊണ്ട് രാവിലെ ഞാൻ ചോറ് ഇറക്കി വെച്ചതൊക്കെ അതേപോലെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് വൈകുന്നേരത്തൊക്കെ ഇന്ന് എല്ലാവരും ചോറ് കഴിക്കണം എന്നുള്ള തീരുമാനത്തിലാണുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി ചോറിൽ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം ഈ ചെമ്മീൻ എന്തായാലും ഒലത്തെ എന്തെങ്കിലുമുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഉള്ളത്. അപ്പം ചെമ്മീൻ ഒലത്തിയിട്ട് ഒന്നില്ലെങ്കിൽ കഞ്ഞിയായിട്ട് നല്ല ചൂട് കഞ്ഞിയായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ചോറ് വേണ്ടവർക്ക് ചോറായിട്ട് കഴിക്കാം. അങ്ങനെ ഒരു ധാരണയിലാണുള്ളത്. എന്തായാലും അവരിപ്പോൾ മലയെടുത്ത് വരുന്നതിന് മുൻപ് ഇതൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം തിരിയാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കാൻ, അത്രയേ ഉള്ളൂ. ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ, വെള്ളത്തിലൊക്കെ ആയില്ലേ. ചിലപ്പോൾ നമുക്ക് ദൈവം എന്തെങ്കിലും തന്നെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കും, കഞ്ഞി കുടിച്ചിരിക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് ചെമ്മീൻ ഒലത്തിയൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ വെക്കട്ടെ. അങ്ങനെ ഇതാ ചെമ്മീൻ നമ്മളെ ഒലത്ത് ഇവിടെ റെഡിയായിട്ടാ. ഇതാ ചെമ്മീൻ ഒലത്തി വെച്ചിട്ടുണ്ട്. നല്ല വെള്ള ചെമ്മീനായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും വൈകുന്നേരത്തേക്കുള്ള കഞ്ഞിക്കുള്ള ഐറ്റം റെഡിയായി. അപ്പോൾ ഇത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വല എടുത്ത് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ എനിക്ക് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം എല്ലാം ഒരു സടുകൂട് ആണല്ലോ. നമുക്ക് പിന്നെ ഇത്തിരി എന്തെങ്കിലും ഉണ്ടെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ മൊബൈലൊക്കെ മറന്നു പോകും. ആകെ ഇതിനകത്ത് മാത്രമാവും നമ്മളെ ശ്രദ്ധ. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ വലയെടുത്ത് വന്നതിന് ശേഷം ഞാനും അയ്യപ്പയും കൂടിയാണ് തിരിയാനായിട്ട്. ഇന്ന് അമ്മ, ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഏട്ടൻ്റെ വീട്ടിൽ പോയോണ്ട് അമ്മ ഇന്നില്ല. പിന്നെ ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടുമില്ല, പെട്ടെന്നുള്ളൊരു വലയിട്ടാൻ പോക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി വലയിട്ട് വന്നതിന് ശേഷമുള്ള ഞങ്ങളെ പറക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ കൂടിയൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇതൊരു രസമാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ഞങ്ങളിങ്ങനെ കൂട്ടി വെക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് ചെമ്മീനും കുഞ്ഞു മീൻ പൊടികളൊക്കെ ഉണ്ട്. പക്ഷേ വെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് നഷ്ടം വരും. പക്ഷേങ്കിൽ വെയിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണക്ക ചെമ്മീനായിട്ടും ചെറിയ മുള്ളനൊക്കെ ആയിട്ട് നമ്മൾ ഉണക്കിയെടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, അത് മീനൊക്കെയാണ്. അപ്പോൾ
ഇതുപോലെ നത്തലൊക്കെ ഉണ്ട് കേട്ടോ. നത്തൽ നമുക്ക് പിന്നെ നല്ലതാണ്. നത്തൽ, കൂന്തൽ, അതുപോലെ തന്നെ പല പല മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മീനുകൾ കുറച്ച് കാണാൻ തുടങ്ങും. കുറച്ചായിട്ട് മീനുകളൊക്കെ കാണാൻ തുടങ്ങും. ഇപ്പം ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ വെള്ളച്ചെമ്മീൻ, ചൂടൻ ചെമ്മീൻ, അതുപോലെ തന്നെ ഒരു 3-4 ഐറ്റമായിട്ട് ഞങ്ങളിങ്ങനെ പിറക്കി മാറ്റാനുണ്ടാവും കേട്ടോ. ചെറിയ ചെറിയ ഞണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. പിന്നെ എന്താ പറയുക, കുഞ്ഞു മീനുകൾ, ചെറിയ മീനുകൾ, വലിയ മീനുകളൊക്കെ കാണേണ്ടതാണ്. പക്ഷേ അങ്ങനെ അങ്ങോട്ട് വലുതായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. നമുക്കൊരു ചെറിയ കറിക്കുള്ള സംഭവം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറെ അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് ഫസ്റ്റൊക്കെ നമ്മൾ എന്തെങ്കിലും മീനൊക്കെ ഇടുന്നത് നമ്മളെന്തായാലും കമ്പനി തന്നെ എടുക്കുമെന്ന് പറഞ്ഞ പോലെ പുറത്ത് കൊടുക്കില്ല, ഞങ്ങൾ തന്നെ എടുക്കും. കാരണം ഞങ്ങൾക്കും കറി വെച്ച് കൂട്ടണ്ടേ, നമുക്ക് കിട്ടുമ്പോഴേ നമ്മൾ ആഗ്രഹം തീർക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞങ്ങളെന്തായാലും ഫസ്റ്റൊക്കെ എന്തെങ്കിലും ചെറിയ മീനൊക്കെ കിട്ടിയാൽ ഞങ്ങൾ തന്നെ കറിയൊക്കെ വെക്കും കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് എന്തായാലും കൊടുക്കാൻ തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കും. നല്ല കൊതുകും ഉണ്ട് കേട്ടോ ഈ സമയം ആയതുകൊണ്ട്. ഏകദേശം ഒരു 2 മണി വെളുപ്പിനൊക്കെയാണ് ഞങ്ങൾ ഈ പറക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. പണ്ടൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ, ഞങ്ങൾ ഇതിപ്പോൾ വീട്ടിലൊക്കെ കൊണ്ടുവന്നൊക്കെ പറക്കുന്നുണ്ടല്ലോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തെന്ന് വെച്ചാൽ കടവത്തൊക്കെ ഞങ്ങൾ പുഴ സൈഡിലൊക്കെ പോയിരുന്നിട്ട് പറക്കിയിട്ട് എടുക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. പക്ഷേ രാത്രിയൊക്കെ ഇങ്ങനെ മറ്റേ വിളക്കൊക്കെ കത്തിച്ച് പോകുമ്പോൾ ഇല്ലേ ഭയങ്കര സങ്കടമായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. ഞാൻ വിചാരിക്കും അയ്യോ, ഇപ്പം ഓരോ വീടുകളിലൊക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ അവരൊക്കെ കിടന്ന് നല്ല പുതച്ച് മൂടി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും അല്ലേ എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും. ഇപ്പോൾ ഒന്നില്ലെങ്കിലും എത്തിക്കിട്ടുന്നുണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ പണ്ടത്തെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതുപോലെ ഞങ്ങൾ ലാസ്റ്റ് പറക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഉണ്ടായി കേട്ടോ. എന്തായാലും അതൊക്കെ ഞാൻ ഫാസ്റ്റിൽ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴുകിയിട്ടാണ് ഞങ്ങൾ ഐസ് അടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ കുറേ ഒന്നും ഐസ് അടിച്ച് വെക്കാനൊന്നും ഇല്ല. കാരണം വെച്ചാൽ സമയം ഏകദേശം ഒരു പുലർന്നായി 3 മണി ആ സമയമൊക്കെ ആയി കേട്ടോ. കാരണം പിന്നെ നമുക്ക് അത്രയും സമയമേ വേണ്ടു. അപ്പം ഞങ്ങൾ ഐസ് ഇതുപോലെ ബക്കറ്റിൽ ആദ്യം ചെമ്മീൻ കഴുകിയതിന് ശേഷം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഐസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് ഐസ് കുറവുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ഐസ് മേലെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിടും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പോഴായി പിന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ചെമ്മീൻ നല്ല ഫ്രഷായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ രാവിലത്തേക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ബോക്സിൽ ലെയറായിട്ടൊക്കെ ഇട്ട് വെക്കലാണ്. ഇതിപ്പോൾ കുറച്ച് നേരം വെളുക്കാനായതുകൊണ്ട് കുറച്ച് ഐസ്, ചെറിയൊരു തണുപ്പിൻ്റെ ആവശ്യമുള്ളൂ. രാവിലെ തന്നെ നമ്മളെ മീൻ കൊണ്ടുപോകണ ചേട്ടൻ വന്നിട്ട് എടുത്തിട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചൂടൻ ചെമ്മീനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതും ചെറിയ ഞണ്ടുകളാണ്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഞണ്ടിനൊക്കെ കഴമ്പൊക്കെ കുറയും കേട്ടോ. പൊതുവേ ഈ സമയത്ത് കുറവായിരിക്കും, കഴമ്പ് കുറവായിരിക്കും. പിന്നെ ഓരോ സെക്ഷനാക്കിയിട്ട് തന്നെ ഓരോ ഷീറ്റിലൊക്കെ ആക്കിയിട്ട് ഐസ് അടിച്ച് അങ്ങോട്ട് വെക്കും കേട്ടോ. ഇപ്പോഴത്തെ ഈ ചെമ്മീൻ പോലെയല്ല കേട്ടോ. ആദ്യ അവസരങ്ങളിലൊക്കെ നല്ലോണം ചെമ്മീനൊക്കെ കിട്ടും കേട്ടോ. കുറേ ബക്കറ്റുകളും വലിയ ബോക്സുകളൊക്കെ നിറച്ചൊക്കെ. അപ്പോൾ ഇതൊന്നല്ല ഐസ്, ഞങ്ങൾ ഐസ് ബ്ലോക്ക് തന്നെ എടുക്കും, വലിയ ഐസ് എടുക്കും. എന്നിട്ട് അത് പൊട്ടിച്ച് ഐസ് അടിച്ച് വെക്കലാണ്. അത് വലിയ പണിയാണ്. ഈ ഐസ് പൊട്ടിക്കലും അടിക്കലും അത് തന്നെ വലിയൊരു പണിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ കുറച്ചേ ഉള്ളൂ ചെമ്മീനൊക്കെ. അതുകൊണ്ട് പണ്ടത്തേൻ്റെ ഒരു അംശം പോലും ഇപ്പം വലുതായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്ന ഐസാണ്. അതിനെ കൊണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ വെപ്പിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ചേച്ചീൻ്റെ അടുത്തൊക്കെ വെപ്പിക്കും. അങ്ങനെ ഓരോ പാത്രമൊക്കെ എടുത്തിട്ട് അങ്ങനെ വെക്കും. അങ്ങനെ ഏകദേശം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കൈയും കാലൊക്കെ നല്ലോണം സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് കുറച്ച് സമയം കയറി കിടന്ന് ഉറക്കം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.